ഇന്നവന്റെ തലയൊട്ടി പൊട്ടിത്തെറിക്കണം. ഇന്ന് നമ്മൾ തിരിച്ച് കറുകമലക്കാട് കയറുമ്പോ പൊട്ടിത്തെറിച്ചവന്റെ തലയോട്ടി കഷ്ണങ്ങളിൽ നിന്ന് ഒരു പിടി അസ്ഥി കഷ്ണങ്ങൾ പെറുക്കി ഈ സഞ്ചിയിലാക്കി JRSന്റെ പ്രവർത്തകരുടെ കുഴിമാടത്തിന് മുന്നിൽ സമർപ്പിക്കണം. നമ്മുടെ ഈ ദൗത്യം നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിലെ ബാക്കി 2 തോട്ടകൾ നമ്മൾക്ക് വേണ്ടി പൊട്ടും. അതുകൊണ്ട് തന്നെയായിരിക്കാം ഓരോ വെട്ടിലും ചോര തെറിക്കുമ്പോൾ ആനന്ദം കണ്ടെത്തുന്ന കടുവാരാജൻ എന്ന ഗുണ്ടാ തലവനെ തന്നെ നമ്മുടെ പ്രവർത്തകരെ കൊല്ലാൻ പോലീസ് നിയോഗിച്ചത്. അതിലവർ വിജയിച്ചു. JRS എന്ന 3 അക്ഷരം വെറും വെള്ളപ്പേപ്പറിൽ എഴുതി കോറി മാഫിയകളെയും കപട രാഷ്ട്രീയക്കാരെയും നിലക്കി നിർത്തിയ നമുക്ക് കടുവാരാജൻ. ഇനി കടുവാരാജന്റെ അവസാനത്തെ നിലവിളി, അതാണ് നമ്മുടെ ലക്ഷ്യം. ജയ് JRS, ജയ് JRS, ജയ് JRS. കോന്നിക്കര മണ്ഡലത്തില് ഒരു MLA ആയി തന്നെ തുടരണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനെത്ര പണം കൊടുക്കുവാനും ഞാൻ തയ്യാറാ. മനസ്സിലായോ? നിങ്ങൾക്ക് പേര് കിട്ടാൻ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ. പക്ഷേ കടുവരാജനെ കൊല്ലുന്നത് ഞാനായിരിക്കും എന്ന് വെച്ച് എന്റെ പേര് പുറത്തു വരരുത്. മനസ്സിലായല്ലോ? ഇനിയിപ്പോ കടുവരാജൻ അവനെ കൊന്നിട്ട് ജയിൽ പോയിട്ട് കിടന്നാലും സാറിന്റെ പേര് പുറത്തു വരില്ല. അതിന് ഈ കടുവരാജനെ കൊന്നത് ഈ പാളയ മുരുകനാണെന്ന് ഈ നാടറിയണം. முருகண்ணா, உங்க பாளையத்திலும் ராஜா, இந்த இடத்திலே கடுவராஜன் இருந்துட்டால் உங்க இந்த இடத்திலும் ராஜா தான். இது சொல்லறது யார் தெரியுமா? துர்கா. துர்காடா, துர்கா. എന്നാ വാ. ഇനി കടുവരാജന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി ഞാൻ തന്നെ ഇവിടത്തെ രാജാവ്. ഇനി ഞാനാണ് ഈ സാമ്രാജ്യത്തെ രാജാവ്. കടുവരാജ, നീ തീർന്നടാ. ഇനി ഞാനാടാ ഇവിടത്തെ രാജാവ്. ചേട്ടാ, ഈ കടുവാരാജന് ഒന്ന് കിട്ടണമെങ്കിൽ എന്താ വിശേഷം? ചുമ്മാ ഒന്ന് കാണാനാ. ആളിവിടെ തന്നെ ഉണ്ടാവും. ഈ വഴി അങ്ങ് കുറച്ച് പോയാ മതി. ഉണ്ടാവും. എല്ലാവരും ലക്ഷ്യം കടുവാരാജൻ തന്നെ. ഇനിയിപ്പൊ ഞാൻ തന്നെ രാജാവ്. ചേട്ടാ, എന്റെ മോന്റെ ഒരു ആഗ്രഹ കടുവരാജനെ കാണണം. അതിനൊരു മാർഗം. കടുവരാജനെ കാണാനാ? ഇവിടെ ഇരിക്കി. നല്ലൊരു കലാകാരനാ. ഇവന് ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന ഒരു ആഗ്രഹം, അതും കടുവരാജനെ കുറിച്ച്. കടുവരാജനെ നേരിട്ട് കാണും വേണം. ഞങ്ങള് കുറെ അലഞ്ഞു, ഇനി പോകാത്ത ഇടങ്ങളൊന്നുമില്ല. കടുവരാജനെ കാണാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി. നിങ്ങൾ അല്പം വൈകിപ്പോയി. ഇനി നമ്മ ചെന്നാല് കടുവരാജന്റെ ശവമേ നമുക്ക് കാണാൻ പറ്റൂ. കടുവരാജൻ തീർന്നു. ഇനി നമുക്ക് കടുവരാജനെ കാണാൻ പറ്റില്ല. മോന് വേണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്തുതരാം.
കടുവാരാജനെ കുറിച്ചുള്ള കഥകൾ ഞാൻ പറഞ്ഞുതരാം. മോൻ ഷോർട്ട് ഫിലിം ചെയ്യേ, സിനിമ പിടിക്കേ, എന്തു വേണമെങ്കിലും ചെയ്തോ. പലരും പല രീതിയിലാ പറയണേ. ചേട്ടനെ അറിയാവുന്ന കഥ സത്യസന്ധമായിട്ട് എൻ്റെ മോനോടൊന്ന് പറഞ്ഞു കൊടുക്കൂ. കടുവാരാജനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണല്ലേ? പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ബാല്യകാലം മുതൽക്കേ ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കുട്ടിയായിരുന്നു നമ്മുടെ കടുവാരാജൻ. കടുവാക്കുന്ന് എന്ന ഗ്രാമത്തിലെ ചന്ദ്രുവിൻ്റെയും ശാലിയുടെയും മകനായിരുന്നു രാജു. അഭിമാനിയായ കാതോട്ട് ഗോപാലൻ എന്ന രാജുവിൻ്റെ അച്ചാച്ചൻ്റെയും അച്ഛൻ്റെയും സ്നേഹമൊഴിച്ചാൽ അമ്മയായ ശാലിയിൽ നിന്നും സ്നേഹം എന്താണെന്ന് രാജു അറിഞ്ഞിട്ടില്ല. ഭാര്യയുടെ മരണശേഷം ഗോപാലൻ തനിച്ചാണ് താമസിച്ചിരുന്നത്. തൻ്റെ മകനോടും പേരക്കുട്ടിയോടും ഒപ്പം താമസിക്കാൻ കഴിയാത്തതിൽ ഗോപാലൻ ഒരുപാട് വിഷമിച്ചിരുന്നു. ഗോപാലന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വിവാഹമായിരുന്നു തൻ്റെ മകൻ്റേത്. അത്രയ്ക്ക് മോശം സ്ത്രീയായിരുന്നു തൻ്റെ മകൻ്റെ ഭാര്യ. എന്നാൽ തൻ്റെ മകന് അവൻ്റെ ഭാര്യയെക്കുറിച്ച് പലതും മനസ്സിലായിരുന്നില്ല. അങ്ങനെയിരിക്കെ തൻ്റെ മകൻ്റെ ഭാര്യ വഴിവിട്ട രീതിയിൽ നടക്കുന്ന കാര്യം നാട്ടിൽ പാട്ടാവുകയും അത് ഗോപാലൻ നായർ അറിയുകയും തലയുയർത്തി നടക്കാൻ കഴിയാത്ത വിധത്തിൽ ഗോപാലൻ നായർ വിഷമത്തിലായി. അങ്ങനെ ഒരു ദിവസം തൻ്റെ മകനോട് തൻ്റെ മകൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഗോപാലൻ നായർ ധരിപ്പിച്ചു. ഇതറിഞ്ഞ മകൻ താൻ ജീവനതുല്യം സ്നേഹിച്ച ഭാര്യ തന്നെ ഇത്രയും നാളും ചതിക്കുകയായിരുന്നു എന്നറിഞ്ഞപ്പോൾ വല്ലാതെ തകർന്നുപോയി. തൻ്റെ ഭാര്യയോടുള്ള അടങ്ങാത്ത ദേഷ്യം ഈ ഭൂമിയിൽ നിന്നും സ്വന്തം ഭാര്യയെ ഇല്ലായ്മ ചെയ്യാമെന്ന ചിന്തയിലേക്ക് നയിച്ചു. കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വീട്ടിലേക്ക് പോയ ഗോപാലൻ്റെ മകനെ കടുവാക്കുന്നിലുള്ള ജനങ്ങളാരും പിന്നീട് അങ്ങോട്ട് കണ്ടിട്ടില്ല. സ്വന്തം അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്നറിയാതെ ഗോപാലൻ്റെ മകൻ്റെ മകനായ രാജു പിന്നീടുള്ള ജീവിതം അച്ചാച്ചനോടൊപ്പമായിരുന്നു. രാജുവിനൊരു കുറവും വരുത്താതെ തന്നെ തൻ്റെ ചെറുമകനെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് അച്ചാച്ചനായ ഗോപാലൻ കൊണ്ടു നടന്നിരുന്നത്. അങ്ങനെയിരിക്കെ ഗോപാലൻ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. അതോടെ രാജു പൂർണ്ണമായും ഒറ്റപ്പെടുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കടുവാക്കുന്ന് എന്ന ഗ്രാമം വിറപ്പിച്ചിരുന്ന കടുവ എന്ന ഗുണ്ടയെ രാജു കൊലപ്പെടുത്തുകയും പിന്നീടങ്ങോട്ട്
കടുവരാജൻ എന്ന പേരിൽ രാജു അറിയപ്പെടുകയും ചെയ്തു. ഒന്ന് വേഗം നടക്കറ, സാമീനെ കാണാൻ പറ്റിയ ഭാഗ്യം. എനിക്ക് ടെൻഷനായിട്ട് വയ്യ. സ്വാമി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇനി സ്വാമി എന്തൊക്കെയാ പറയാ സംഭവിക്കാൻ പോണത് സ്വാമി പറയും. ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഇങ്ങോട്ട് പോന്നേ. എന്റെ കൊച്ചിന് നേർവഴിക്ക് നയിക്കാൻ സഹായിക്കണേ. സ്വാമി പ്രവചിച്ചില്ലേ സുഭാഷ് മരിക്കുന്നു? ആ ഡേറ്റിന് തന്നെ സുഭാഷ് മരിച്ചില്ലേ? സ്വാമിയെ, ഇവരാകെ പ്രശ്നത്തിലാണ്. സ്വാമിക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. ഞങ്ങളെ രക്ഷിക്കണം സ്വാമി. ഞങ്ങളുടെ ഒരേ ഒരു മകനാണ്. അവനെ പഠിപ്പിച്ച് ഡോക്ടറാക്കണമെന്നുള്ള ഒരു ആഗ്രഹമുള്ളൂ. അവന്റെ കൂട്ടിട്ടൊന്നും ശരിയല്ല. അവനെന്നും പോലീസും കേസും പ്രശ്നങ്ങളാണ്. സ്വാമി രക്ഷിക്കണം. നിങ്ങളുടെ മകന്റെ ഭാവി ഞാൻ മുൻകൂട്ടി കണ്ടിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അവന്റെ 18ാമത്തെ വയസ്സിൽ സ്വന്തം പിതാവിനെ കൊന്ന് കാരാഗ്രഹവാസം അനുഭവിക്കുന്നതാണ്. അതിനുശേഷം അവൻ നാടറിയുന്ന ഗുണ്ടയായി മാറും. നിങ്ങൾക്കൊക്കെ എനിക്ക് ധ്യാനിക്കണം. നിങ്ങൾ പോയിക്കോളൂ. സ്വാമി ധ്യാനിച്ചോട്ടെ. ഇനി നിൽക്കണ്ട, പോയിക്കോളൂ, പോയിക്കോളൂ. വാ, വാ. നീ അമ്മ പറയുന്നൊന്ന് കേൾക്ക്. അച്ഛനും അമ്മയ്ക്കും എപ്പോഴും സങ്കടാണ്. അച്ഛനും അമ്മയ്ക്ക് നീ മാത്രല്ലേ ഉള്ളൂ. നിന്നെ ഓർത്തല്ലട ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്തിരിയെങ്കിലും സമാധാനം നിനക്ക് തന്നൂടെ? എത്ര നാളായിട നിന്നോട് പറയണേ ഈ തലതെറിച്ച കൂട്ടുകാരന്മാരെ കൂടെ നടക്കില്ലേന്ന്. ഇനിയെങ്കിലും അച്ഛനും അമ്മയും പറയണ ഒന്ന് കേൾക്ക്. അച്ഛനും അമ്മയ്ക്ക് ആരാ ഉള്ളത്? നീ മാത്രല്ലേ ഉള്ളൂ. മോനെ പോവല്ലേ. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടയാരാ? സംശയം എന്താ കടുവരാജൻ? അങ്ങനെ നമ്മളെ കൈ കൊണ്ട് തട്ടിയ പിന്നെ നമ്മളാരാ? നമ്മളല്ലേ ഈ നാട്ടിലെ ഗുണ്ടകള്. ഒരുപാട് പേര് ശ്രമിച്ചിട്ടും കടുവരാജനെ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ തീർക്കും. ചേട്ടാ, സ്വാമി പറഞ്ഞത് വെച്ച് ആലോചിക്കുമ്പോ ഇനിയും സമയമുണ്ടല്ലോ. ഇനി ഒരു നിമിഷം കളയാൻ ഞാനില്ല. 2 മാസം കഴിഞ്ഞ് അവന് 18 വയസ്സാവും. ഞാനിവിടെ നിന്ന് മാറിക്കണത് നല്ലത്. സ്വാമിയെ നമുക്ക് കാലങ്ങളായിട്ടറിയാം. സ്വാമി പറഞ്ഞതുപോലെ എന്തായാലും അവൻ്റെ കൈ കൊണ്ട് ചാവാൻ ഞാൻ നിൽക്കണില്ല. ഇന്ന് തന്നെ ഞാൻ ബാംഗ്ലൂർക്ക് പോകണം. ഇനി ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. അവൻ്റെ അടുത്ത് നീ എന്തെങ്കിലും നുണ പറയും. ഇങ്ങനെ വന്നേടാ. എന്തുട്ടാ വേണേട് പാടാ. നിനക്ക് വിളിച്ചവരെന്ത്ര മടി. സ്ഥലം വരട്ടാ, അരിഞ്ഞു കളയട്ടാ. വണ്ടി എടുത്ത് ഓടാ. കാണിച്ചു
രാജേട്ടാ ഒരു ചായ ഇട്. പിന്നെ എന്ത് പറയണ എന്റെ രാജേട്ടൻ? അയാള് കുറച്ച് ഡീസന്റ് ആയിപ്പോ. ഈ പലിശ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണ്. അതിലൊന്നും ഉമ്മക്ക് വലിയ മെച്ചല്ല. ഈ വെട്ടുരാജേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ പേടിയാ. അതേപോലെ ഒന്നും അവൻ വല്ല മാർഗണ്ടാ? എനിക്കറിയാല, അമ്മാത്തൂനെ കൊന്നിട്ട് ഇത്ര നാള് ഞാൻ ചെയ്യില്ലായിരുന്നു. ആ സുരേന്ദ്രന്റെ കൊട്ടേഷനാണ് ഇപ്പൊ അവന്റെ മോനലക്കണം പറഞ്ഞിട്ട് ഇവിടെ അവനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വന്ന കൊട്ടേഷനാ. നിന്നെ എനിക്ക് വിശ്വാസമുണ്ട്. അത് വേണമെങ്കിൽ നീ പൊരിച്ചോ. അത് ഞാൻ നോക്കാം. അത് നിനക്ക് കലക്കാം. ഇതിന് കക്ഷി ഇവനെ നീ പൂശിക്കും. പൈസ ഒന്നും പേടിക്കണ്ട. എത്ര പൈസ വേണമെങ്കിലും ഇറക്കും. അത് സെറ്റ്. നോക്കിയേ, വിട്രാജിന്റെ വാക്കട്ടാ. രാജേട്ടാ അത് ഞാൻ ചെയ്തുതരാം. പോട്ടെ. എന്താടാ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എന്താടാ പ്രശ്നം? മുണ്ടോളിയോടെയുള്ള ശേഖരനും ടീമായിട്ടൊന്ന് കോർത്തു. എടാ നിന്നൊക്കെ ഞാൻ എന്തിനാണ് പറഞ്ഞറിയോ? പിരിവിന് വേണ്ടിയിരുന്ന പിരിവിന്, അല്ലാതെ കണ്ടവനൊക്കെ കത്തിക്കരയാവാൻ വേണ്ടിട്ടല്ലടാ. അങ്ങനെയാണ് നിന്നെ പണ്ടേക്ക് നിന്നെ ഞാൻ ബോംബേക്ക് വിട്ടല്ലടാ. ഒന്ന് പോടാ. പിന്നെ ഇതോടുകൂടി നിർത്തിക്കൊള്ളണം. ഇനി വല്ല പ്രശ്നമായി കഴിഞ്ഞാ എന്റെ സ്വഭാവം നിനക്കറിയാല. പിന്നെ നിന്റെ കൂട്ടുകാരുണ്ടല്ല അവനോടും കൂടി ഒന്ന് പറഞ്ഞിരിക്കട്ടാ. ഹലോ, അവിടെ എല്ലാം ശരിയല്ലേ? ഞങ്ങളിതേ വരുന്നേ എത്താറായിട്ടാ.
തുറക്കടാ. ആ വാസുകരണ. രാജ, ഞാൻ നിന്നെ വിശ്വസിച്ചാണ് എൻ്റെ മകനെ ഞാൻ നിന്റെ രീതിക്ക് അയച്ചത്. ഇന്നൊരു മാസമായി അവനെ കാണാതായില്ല. എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല രാജ. നിനക്കറിയാലോ, അവനെ വളർത്തിയുണ്ടാക്കിയ ഒരു അമ്മയുണ്ട്. അവൻ ഒരുപാട് കുരുത്തക്കേടുകൾ കാണിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. എത്രയ്ക്കായാലും ഞാൻ അവനെ വളർത്തിയ അച്ഛനല്ലേ. എന്റെ ഭാര്യ അവനെ കരയല്ലോ വാസേട്ടാ, ഞാൻ എത്തിച്ചേരും. വാസേട്ടൻ പൊക്കോ. എന്റെ രാജ, നിന്നോടുള്ള വിശ്വാസത്തോടെ നിന്നെ മാത്രം വിശ്വസിച്ച് വാസേട്ടൻ പൊക്കോ, ധൈര്യമായിട്ട് പോയിക്കോ. അവനെ ജീവനോടുകൂടി വാസുകേട്ടന്റെ മുന്നിൽ എത്തിച്ചേരും. കൈവിടല്ലേ വാസുകേട്ടൻ പൊക്കോ. എന്റെ മകനെ എത്തിച്ചേരും, ഞാൻ എത്തിച്ചേരും. പോയിക്കോ. എനിക്കത് കേട്ടാ മതി. വാസേട്ടൻ പൊക്കോ. ആ പുഷ്പേട്ടാ, ഇങ്ങോട്ട് വാ. ഇവിടെ വാ. ആ വന്ന്. എന്റെ പിള്ളേരെ കാണാണ്ടായിട്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു. അവരെ ശേഖരനൊക്കെ കോർത്തിട്ടുണ്ടായിരുന്നേ. അവരുപേക്ഷിച്ച ചാക്കും കെട്ടും രണ്ടുപേരുടെ മിസ്സിങ് കാര്യമായിട്ട് ബന്ധമുണ്ട്. ആ ശേഖരേട്ടനെ പിടിച്ചു കൊടുഞ്ഞാൽ ഇതിനുള്ള ഉത്തരം കിട്ടും. ആ ഗുണ്ടാശേഖരനല്ലേ, അവനെനിക്കറിയാം. ഒരു സമയത്ത് എന്റെ കയ്യിൽ നിന്നും വഴുക്കി പോയതാണ്. എന്റെ പിള്ളേരുടെ മിസ്സിങ്ങിൽ എന്തെങ്കിലും ഒരു കൈയുണ്ടെന്ന് അറിഞ്ഞാ അവനെ തീർത്ത് കളയും. ദിവ്യേച്ചി, ആ എന്താ വിശേഷമൊക്കെ? നല്ല തന്നെടാ. ഒരു ചായ എടുക്ക്. കൊറേ കാലമായി ഇങ്ങോട്ടൊക്കെ ഇറങ്ങിട്ട്. ആ ചായ അല്ലേ, ഇതാ എടുക്കണേട്ടാ. ആ കടുവരാജന്റെ പിള്ളേരോട് വന്നിരുന്നു. വാളും വടിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് നിന്നെ അന്വേഷിച്ചാ വന്നത്. അവനറിയാലോ, അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന കരിമ്പത്തോട്ടത്തിൽ കയറിയ പോലെ ആവും. മോനും ഭാര്യയും കുട്ടികളും കൂടെ ഇവിടെ നാട് വിടുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോ എങ്ങനെ നാട് വിടുന്നു? ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എന്താ ഈ വഴിക്ക്? കൊറേ നാളായല്ലേ കണ്ടിട്ട്. നീ ഒന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിനക്കറിയാല, ഞാനിപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിലാണ്. അതുകൊണ്ട് ഇവിടെ നടക്കണതും ഇനി നടക്കാൻ പോണ കാര്യങ്ങളും എനിക്കറിയാം. ജീവനി കൊതിയുണ്ടെങ്കിൽ ചിന്തിക്കാൻ സമയം എടുക്കാണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ എസ്കേപ്പ് ആയിക്കോ, അല്ലെങ്കിൽ തല കാണില്ല മോനെ. അതിനിപ്പോ ഞാൻ എന്താ ചെയ്ത്? എടാ, നീ ഒരു തെറ്റും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാത്തിനും കാരണം നീയും ശേഖരനും പിന്നെ നിന്റെ കോഴിക്കടയും. അറിയോ,
നീയും നിന്റെ കൂട്ടുകാരൻ ശേഖരനും കൂടി അഴുതമലക്കാട്ടിൽ കോഴി വെച്ചിട്ട് കളയറല്ലേ? കടുവരാജന്റെ സംശയം അവന്റെ 2 കൂട്ടുകാർ മിസ്സായിട്ടില്ലേ, അവരുടെ ബോഡി നിങ്ങൾ അവിടെ കൊണ്ട് തള്ളിന്നാ. അതിന് ഞാനും കടുവരാജനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയണേ, കടുവരാജന്റെ കണ്ണിപ്പെടാതെ എവിടെയെങ്കിലും രക്ഷപ്പെട്ടോ നീ. ശരി. എന്റെ പൊന്നു ചാത്തന്മാരെ, ഒരാളെ പോയിട്ട് ഒരു കോഴിനെ പോലും കൊല്ലാൻ കൈ വരക്കണോണ്ടാ ആ ശേഖരനെ ഞാൻ പണിക്ക് വെച്ചത്. ഇതിപ്പോ കടുവരാജന്റെ കണ്ണെത്താത്ത സ്ഥലം നോക്കി പോണോലോ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. പണ്ടാറടങ്ങാനായിട്ട് നമ്മളെ എന്തായാലും അവൻ കൊല്ലും. ഞാൻ 7 ദിവസമായി വീട്ടിൽ കയറിയിട്ട്, നിനക്കറിയോ? ഞാൻ വീട്ടിൽ കയറാറില്ല. ഭൂമിയിൽ ഇപ്പൊ എവിടെ വിളിച്ചാലും കടൂരായി നമ്മളെ കൊല്ലും. പുള്ളി അങ്ങനെ. ഒന്നും പറയണ്ട ചേട്ടാ. എന്തായി? എത്ര ദിവസമായി ചേട്ടാ? എന്തെങ്കിലും നടക്കോ? അത് കടുവരാജ, നീ എനിക്കൊരു 5 ദിവസം എന്താടാ? നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ അത് പറ, ഞാൻ നോക്കിക്കോളാം. ഇനി നിങ്ങൾ വിട്ടേര്, ഞാൻ നോക്കിക്കോളാം. വെച്ചോ. അല്ലടാ, നിന്റെ കൂട്ടാളി എന്തിയെ? അവനെ അവന്റെ വീട്ടുകാർ സേഫാക്കി. അവനെ ബാംഗ്ലൂർക്ക് വിട്ടു. ഞാനെ പെട്ടെന്ന് പോകും. ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങളാ. അതുകൊണ്ടാ നിങ്ങൾക്ക് ഇന്ന് വീട്ടിൽ കയറാൻ പറ്റാണ്ട് ഒളിച്ചടക്കേണ്ട അവസ്ഥ വന്നത്. പക്ഷെ കടുവരാജൻ നിങ്ങളുടെ കഴുത്തിൽ കത്തി വെക്കുന്നതിന് മുൻപ് അവന്റെ പള്ള ഞാൻ കുത്തിപ്പൊളിക്കും. ഞാൻ എന്തെങ്കിലും ഭക്ഷണം മേടിച്ചിട്ട് വരാം. കഴിവേറ മോനെ, എന്റെ പിള്ളേരെ നീ എന്റെ പിള്ളേരെ തൊട്ടാ ഞാൻ വെറുതെ ഇരിക്കുന്ന കരുതണ്ട. നീ കൊന്നുകളഞ്ഞത് എന്റെ അനിയനാണ്. അവനൊരു കുടുംബം ഉണ്ടായിരുന്നു. താൻ വലിയ വർത്താനം പറയണ്ടോ? തന്റെ അനിയനും തന്റെ അനിയന്റെ കൂട്ടുകാരനും അഴുതമലയെ കൊണ്ടുവന്നിട്ട ചാക്കും കെട്ടിൽ എന്തായിരുന്നോ? അവനെന്താ പണിയെന്ന് നിനക്കറിയോ? അവനൊരു ഇറച്ചി വെട്ടുകാരനായിരുന്നു. ആ വേസ്റ്റ് തള്ളാൻ വേണ്ടിയിട്ടാണ് അവര് ചാക്കും കെട്ടുമായി കാട്ടിൽ വന്നത്. നീയൊക്കെ കൊന്നുകളഞ്ഞതേ ഒരു നിരപരാധീനാണ്. നീയേ ജീവിതത്തിൽ പുഴരിച്ച് ചാവുള്ളടാ. രാജേട്ടാ, ഇവൻ നമ്മുടെ പിള്ളേരെ തീർത്തേ. രാജേട്ടൻ ജീവനോടെ വേണമെന്ന് പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ വെട്ടി നിറയ്ക്കണേ കാക്കലിട്ട് തന്നെ.
നമ്മുടെ പിള്ളേരായിട്ടൊരു പെണ്ണിന് കൂട്ടുന്നവനവൻ ഇവനെ രാജടം തന്നെ കൊല്ലണം. എടാ, ഒരു പെണ്ണിന് വേണ്ടി കൊലയിടത്തിന്ന് വിശ്വസിക്കാൻ ഞാനൊരു പൊട്ടനല്ല. നീ സത്യം പറഞ്ഞു. ഒരു പെണ്ണിന് വേണ്ടി മാത്രമല്ല ഞാൻ ഈ കൊല നടത്തിയത്. എന്റെ ജീവിതത്തെ കയറി കളിക്കാൻ തുടങ്ങിയപ്പോ അവരെ ഞാനാണ് തീർത്തത്. ഞാൻ അവരെങ്ങനെ കൊന്നെന്നറിയുന്നു നിനക്ക്? എല്ലാം പറയടാ, നീ കേക്കടാ. അവിടെ ഇരിക്ക്, സമാധാനായിട്ട് കേക്ക്. ചേട്ടാ, കഴിഞ്ഞ ആഴ്ചത്തെ പലിശ കൊടുത്തിട്ടില്ല. അയാൾ ഇന്നും വരും. അയാളുടെ നോട്ടവും അയാളുടെ സംസാരവും എനിക്ക് തീരെ പിടിക്കണില്ല. അയാൾ എന്നെ എന്തേലും ചെയ്യുമെന്ന് എൻ്റെ പേടി. അയാളുടെ പെരുമാറ്റമൊക്കെ വളരെ മോശം ചേട്ടാ. എങ്ങനെയെങ്കിലും ആ പൈസ കൊടുത്ത് ഒഴിവാക്കാൻ നോക്ക്. നീ സമാധാനായിട്ടിരിക്കെ. അവന് പൈസ കൊടുക്കേണ്ട കാര്യം നമുക്ക് ശരിയാക്കാം. എനിക്കൊന്ന് പുറത്തേക്ക് പോകണം. നീ ആ ഡ്രസ് എടുത്തിട്ട് വന്നേ, നമുക്ക് ശരിയാക്കാന്ന്. എന്റെ പൊന്നു ദിവ്യച്ചേ, എന്താ ഇങ്ങനെ പേടിച്ചേക്കണ്? ഇങ്ങോട്ട് വായോ, ഇവിടെ ഇരിക്കി. നമുക്ക് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കാം. പറയാനുള്ളത് അവിടെ ഇരുന്ന് പറഞ്ഞാ മതി. ഒന്നാമത് ചേട്ടൻ ഇവിടെ ഇല്ല. ചേട്ടൻ ഉള്ളപ്പോ വന്നാ മതി. എന്റെ പൊന്നു ദിവ്യച്ചേ, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നില്ലേ? ജാതി ഗ്ലാമറ നിങ്ങള്. പറഞ്ഞാ മനസ്സിലാവില്ലേ? പറയണേലൊന്നും വിചാരിക്കരുത്. പലിശക്ക് നമുക്ക് ഒഴിവാക്കാം. ഒന്ന് സഹകരിക്കോ? എണീറ്റ് പോടാ നായിന്റെ മോനെ. നീ നിന്റെ അമ്മയോട് പെങ്ങളോട് ഇങ്ങനെയാണോ പറയാ? നീ വിചാരിക്കണ പെണ്ണല്ല ഞാൻ. പൈസ തന്നാ തീരും. എണീറ്റ് പോടാ എന്റെ വീട്ടിന്ന്. കൊറേ നാളായി വൃത്തികെട്ട നോട്ടവും. ഇറങ്ങടാ നായേ. ഒന്നും കൊല വിളിച്ച് ഒരുപാട് നടന്നവനാ ഞാൻ. നിന്നെ ഞാൻ വെറുതെ വിടാൻ തോന്നണ്ട നിനക്ക്? ഇപ്പൊ ഞാൻ നിന്നെ വിടുന്നു. നിന്നെ ഞാൻ അടുത്തിരിക്കും. എന്താ പരിപാടി? എത്ര നേരമായിടാ നിന്നെ കാത്തിരിക്കുന്നു? നവ്യയുടെ വീട്ടിൽ നീ ഡെലിവറി കൊടുക്കാൻ പോയിട്ടേ അവളെ വളയ്ക്കാൻ നോക്കിയ. അവളുടെ അച്ഛനൊരു കൊട്ടേഷൻ തന്നിട്ടുണ്ട്. ഞാനത് ഒഴിവാക്കിയാരാ നിന്നെ. എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം നീ. എനിക്ക് നവ്യനെ ഭയങ്കര ഇഷ്ടമായി പോയി. ഡെലിവറി കൊടുത്ത് അവളെ എന്നും കണ്ട് എനിക്ക് അവളെ ഇഷ്ടമായി പോയി. ചേട്ടൻ എന്നെ സഹായിക്കണം. ചേട്ടന് പറ്റും. എന്ത് വേണേലും ഞാൻ ചെയ്യാം. എടാ, നിന്നെ ഞാൻ ഒഴിവാക്കി തരാം. പക്ഷെ എനിക്ക് ചെറിയ നഷ്ടങ്ങളുണ്ട്. നീ ഇപ്പൊ ദിവ്യയുടെ അവിടേക്കാണോ ഡെലിവറി പോണത്? ദിവ്യച്ചിയുടെ അവിടേക്കാ. നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി. എനിക്ക് 2 സിഗരറ്റ് വാങ്ങിച്ചിട്ട് വാ. ആ കടയിൽ നിന്ന് പോയി വാങ്ങിച്ചിട്ട് വാ. വണ്ടി ഇവിടെ വെച്ചോ. ചേട്ടാ, കട തുറന്നിട്ടില്ല. വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്ത് വേണേലും വാങ്ങിച്ചരാ. അത് കുഴപ്പമില്ലടാ, അത് മതി. നീ എവിടേക്ക് പോണ്? ദിവ്യച്ചിയുടെ അവിടേക്കല്ലേ? അവിടേക്കാ പോണേ. ഇന്നെന്താ ദിവ്യച്ചിക്ക് സ്പെഷ്യല്? പൊറോട്ടയും ചിക്കനും. എന്നാ നേരം കളയണ്ട, എത്രയും പെട്ടെന്ന് പൊക്കോ. ഇനി അവിടെ ഇവിടെയും കയറി സമയം കളയണ്ട ട്ടാ. പോട്ടെ എന്നാ. ഫുഡ് ഫോൺ പേ ചെയ്യാട്ടാ. ചേട്ടാ, എനിക്ക് ഈ ഭക്ഷണം കഴിച്ച പിന്നെ തീരെ പറ്റണില്ല. വല്ലാത്തൊരു അസ്വസ്ഥത. എനിക്ക് തീരെ പറ്റണില്ല. ചേട്ടൻ വേഗം വായോ.
ഗോപാല, നീ എന്തെവിടെ? ഞാനൊരാളെ തപ്പിട്ട് വന്നതാ. വണ്ടി കംപ്ലൈന്റായി. അല്ല, ചേച്ചി എന്തൂടെ? എന്റെ മോൻ മരിച്ചതിന് ശേഷം ഞാൻ തനിച്ചായില്ലേ. ഞാൻ നിക്കണത് ഇപ്പൊ എന്റെ അനിയത്തിയുടെ വീട്ടിലാ. എന്റെ വീട് വാടക കൊടുത്തിരിക്കുക. അവിടെ 2 കുരുത്തം കെട്ട പിള്ളേരുണ്ട്. അതിന്റെ വാടക കാശ് വാങ്ങിക്കാൻ ഇറങ്ങിയതാ ഞാൻ. ദേ അവരാ വരുന്നത്. 2 മാസത്തെ വാടക പെൻഡിങ് ഉണ്ട്. അത് വാങ്ങാനാ ഞാൻ വന്നത്. നാളുണ്ട് വന്നോട്ടല്ലേ? നാളെ ചേച്ചുവാ. ഇതാരാ പോയെന്ന് ചേച്ചിക്ക് മനസ്സിലായ? ഇല്ല. ഇവർക്കാണോ വീട് വാടക കൊടുത്തിട്ടുള്ളത്? അല്ലെങ്കിൽ ചേച്ചിക്ക് അവരറിയാൻ ചാൻസ് കുറവാ. ജൂൺ 8 ഞാൻ ഗൾഫേ പോകുന്നതിന്റെ തലേദിവസേ അതുപോലെ ചേച്ചിയുടെ മകനെ ഈ മുടിയനാ കുത്തിക്കൊന്നത്. അത് കണ്ട ഏക ദൃക്സാക്ഷി ഞാനാ. അന്നത്തെ സാഹചര്യത്തിൽ ചേച്ചിയോട് എനിക്കത് പറയാൻ പറ്റില്ല. എന്നിട്ട് ഇവരിക്കുന്ന പരസ്യം ഇന്നത്തെ സാഹചര്യമാണെങ്കിലേ എന്റെ മോനെ കൊന്നത് അവരാണെന്നോ? ദൈവമേ. ചേച്ചി ഇതെന്റെ നമ്പറാണ്. എന്താവശ്യമെങ്കിലും ഈ നമ്പറിൽ എന്നെ വിളിച്ചാൽ വിഷമിക്കാതെ. ഹലോ എടാ, 2 ബിരിയാണി കുറെ നേരമായി കോപ്പ് ഓർഡർ ചെയ്തിട്ട്. അനക്കൂടെ കൊണ്ടുതരാൻ പറ്റുമോ? എടാ മര്യാദക്ക് കൊണ്ടുപോവാ, അല്ലെ കടണ്ട് കത്തിക്കൂട്ടാ. കട കത്തിക്കേണ്ടി വരും. ആ ഫുഡും കൊണ്ടങ്ങോട്ട് വരട്ടെ, അവനെ ശരിയാക്കി കൊടുക്കണ്ട്. നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു മോനെ എനിക്കുണ്ടായിരുന്നു. അവന്റെ ഓർമ്മ ദിന എന്ന്. വിശന്ന കൊടല് കരിഞ്ഞിരിക്കായിരുന്നേ. മക്കള് ഇത് കഴിച്ചോ? പാത്രം ഞാൻ പിന്നെ വന്ന് കൊണ്ടുപോയിക്കോളാം. ഇതിൽ കുറച്ച് ഒഴിക്കടാ. ഹലോ ഹലോ ഗോപാല, എനിക്കാകെ പേടിയാവണു. ചേച്ചി ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ടില്ലേ? അത് ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ ചെയ്യാം, എല്ലാ കാര്യങ്ങളും. പേടിക്കണ്ട. ഇനി ഇവിടെ കിടന്നു നാട്ടുകാർക്കും എല്ലാവർക്കും സമാധാനമാണ്. എന്താ ചേ, ഇനി അല്ല എന്ത് വേണമെങ്കിലും ചെയ്തു നിങ്ങള്. രാജേട്ടാ, അവനങ്ങനെ പുറത്തോട്ട് പറ്റില്ല. വേണ്ട, വിട്ടേക്ക്. വാടാ. ഇതാണ് നിങ്ങൾ അന്വേഷിച്ചു വന്ന എനിക്കറിയാവുന്ന കടുവരാജന്റെ യഥാർത്ഥ കഥ. അത് വെടിവെച്ചല്ലേ കേട്ടത്? നിങ്ങൾ ഏതായാലും വളരെ ദൂരങ്ങൾ താണ്ടി വന്നതല്ലേ. എന്തായാലും കടുവരാജനെ ജീവനോടെ നമുക്ക് കാണാൻ പറ്റില്ല. കടുവരാജന്റെ ശവമെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഏറ്റുവാ, നമുക്ക് കാണാം. അതാണ് കടുവരാജൻ.
അതാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച കടുവരാജൻ. ഇനിയും കാണണോ കടുവരാജനെ? വേണ്ട, നമുക്ക് പോവാം. പോവാ. എടിമായെ, നിന്റെ മോൻ കടുവരാജനെ കൊന്നു. നാട്ടുകാർ മുഴുവൻ നിന്റെ മകന്റെ ഭാവി പ്രവചിച്ച സാമിനെ തല്ലുപിടിച്ചു. എനിക്കും നിനക്കറിയാം സാമിയുടെ പ്രവചനം തെറ്റിയില്ലാന്ന്. നിനക്ക് നിന്റെ ഹൃദയത്തിൽ തൊട്ട് പറയാൻ പറ്റുമോ സാമിയുടെ പ്രവചനം തെറ്റിയെന്ന്? നിന്റെ മകൻ കൊന്നത് അവന്റെ അച്ഛനായ കടുവരാജനെ തന്നെയാണ്. അല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? സ്വാമിജിയുടെ പ്രവചനം തെറ്റിയിട്ടില്ല. എന്തായാലും നീ നിന്റെ കെട്ടിയനോട് തിരിച്ചു വരാൻ പറയും. ആ പാവം എന്തായാലും ഈ സത്യം ഒന്നും അറിയണ്ട. നിന്റെ മകൻ കൊന്ന കടുവരാജൻ അവന്റെ അച്ഛനാണെന്ന് അവൻ തിരിച്ചറിയാതിരിക്കട്ടെ. അങ്ങനെ കടുവരാജൻ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് തീരുന്നില്ലേ കഥ. കടുവരാജനെ കൊലപ്പെടുത്തിയ ആ പയ്യനിലൂടെ കടുവാക്കുന്നിൽ മറ്റൊരു കടുവരാജന്റെ കഥ തുടരുകയാണ്.